തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെ നിയമിക്കാൻ നാളെ നടത്താനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇന്റർവ്യൂ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അപേക്ഷകരെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കവെ ഇന്റർവ്യൂ നടപടികൾ നടത്തുന്നത് ഉചിതമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മാറ്റിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നിയമനത്തിന് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ചത്. മാർച്ച് 2-ന് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡാണ് നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 5 വർഷത്തെ കാലാവധിയുള്ള ഈ തസ്തിക KSRTCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പദവിയാണ്. മികച്ച ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കുമാണ് ഈ സ്ഥാനത്തേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരമൊരു സുപ്രധാന നിയമനവുമായി മുന്നോട്ടു പോകുന്നത് സുതാര്യതയെയും നിഷ്പക്ഷതയെയും ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. ഇന്റർവ്യൂ നടത്തുന്നതിലെ അനാവശ്യ തിടുക്കവും സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടനയും നടപടികളുടെ വസ്തുനിഷ്ഠതയെ ചോദ്യം ചെയ്യുന്നതാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് സർവകലാശാലകളിലും കോളേജുകളിലും ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്ടുകൾ ശാസ്ത്ര സാങ്കേതിക കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ, വാട്ടർ റിസോഴ്സ് സെന്റർ, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാറ്റ്പാക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഏകോപന ചുമതല ഈ കൌൺസിലിനാണ്. സമാന രീതിയിൽ സർക്കാർ ശുപാർശ ചെയ്ത PSC അംഗങ്ങളുടെയും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും പഞ്ചായത്ത് ഓംബുഡ്സ്മാന്റെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിയമനങ്ങൾ ഗവർണർ തടഞ്ഞുവച്ചിരിക്കെ ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നിയമനം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ നടത്താൻ സർക്കാർ തിരക്ക് കൂട്ടിയത് ബോധപൂർവമാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.